പറയൂ. അപ്പോൾ ക്രിസ്പർ ലേണിംഗ് എന്ന് പറഞ്ഞ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസറിൻ്റെ കോച്ചിങ് പ്ലാറ്റ്ഫോമിലേക്ക് അതിൻ്റെ ഫസ്റ്റ് ഡേ ആണിന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലോഞ്ചിങ് സെറിമണിയിലേക്ക് വേണ്ടി വന്ന് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അത് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് യൂട്യൂബിലൂടെ ഒരു കേരളത്തിൽ നിന്നും കൂടുതൽ സയൻറ്റിസ്റ്റുകളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള മിഷനോട് കൂടിയിട്ട് യൂട്യൂബ് ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ക്രിസ്പർ ലേണിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറി അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ക്രിസ്പർ ലേണിംഗ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേരളത്തിൽ നീറ്റ് ജെഇ എന്ന് പറഞ്ഞ 2 ഡൊമൈൻ മാത്രമേ ഉള്ളൂ കോച്ചിങ് ആയിട്ട്. അപ്പം സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ലേണിങ് കേരളത്തിൽ പലപ്പോഴായിട്ട് മിസ്സിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ തന്നെ നമ്മൾ സയൻറ്റിസ്റ്റുകളെ 4 ഡൊമൈനിലുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ 4 ഡൊമൈനിലുള്ള സയൻറ്റിസ്റ്റുകളെയാണ് നമ്മൾ വാളിൽ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം നമ്മളുടെ വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുന്നത് ടു മേക്ക് മോർ സയൻറ്റിസ്റ്റ് ഫ്രം കേരള, കേരളത്തിൽ നിന്ന് കൂടുതൽ സയൻറ്റിസ്റ്റുകളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കേരളത്തിൽ ഇതുവരെ ഇല്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഐസർ കോച്ചിങ് പ്ലാറ്റ്ഫോം മാത്രമല്ല, നമ്മളുടെ ഒരു ലാർജർ മിഷൻ ആൻഡ് വിഷൻ എന്ന് പറയുന്നത് കൂടുതൽ സയൻറ്റിസ്റ്റുകളെ കേരളത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോൾ ഇത് അമിത്തിൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു. ഇതൊരു ചെറിയ തുടക്കം മാത്രമാവട്ടെ, ഇനി അങ്ങോട്ട് വെച്ചടി വലിയ കയറ്റങ്ങളാവട്ടെ. പിന്നെ ചെറിയൊരു സംരംഭമായിട്ട് തുടങ്ങിയതാണ്, പക്ഷെ വലിയൊരു ഡ്രീമാണ്. അതൊരു മിഷനാണ് ആക്ച്വലി. നീറ്റും ജെഇക്കും പുറമെ വേറൊരു സ്ട്രീമും കൂടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വലിയൊരു മിഷനാണ്. അതിലിത് ചെറിയൊരു ഉദ്യമമായിട്ട് തുടങ്ങുന്നതാണ്. ഇനി അങ്ങോട്ട് എല്ലാവരുടെയും സഹകരണം വേണം അല്ലേ? ഇത് കേരളത്തിൽ തന്നെ വലിയൊരു മുന്നേറ്റമായി മാറട്ടെ. ഇനിയും കൂടുതൽ ഓഫീസുകളും കോർപ്പറേറ്റ് ഓഫീസൊക്കെ ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവട്ടെ. എല്ലാവർക്കും വെൽക്കം. അമിത്തിൻ്റെ ഈ ഒരു ചെറിയ സംരംഭം വലുതാവാൻ നിങ്ങളെപ്പോലെ തന്നെ എന്നെപ്പോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം, പ്രാർത്ഥനകൾ വേണം എന്നൊരപേക്ഷ. പിന്നെ എൻ്റെ ഒരു ഡ്രീം തന്നെയാണിത്. വീട്ടിൽ ഒരു സ്റ്റുഡിയോ വെച്ച് തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ ഏത് മാസത്തിലായിരുന്നു? 1.5 വർഷമായി. അങ്ങനെ അത് കുറച്ചൊരു സംരംഭം തിരക്കില്ല എന്ന് തോന്നിയപ്പോൾ അതിൻ്റെതായ തീരുമാനം. അത് എല്ലാ കാര്യത്തിലാണെങ്കിലും അതിൻ്റെ താല്പര്യം കുഴപ്പമില്ല, നല്ല വഴി തന്നെയാണ് നീ പോണത് എന്ന് ഉള്ള ആ ഒരു അറിവ്, അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഒരു കല്ലുമുള്ളും ഇല്ലാത്ത ജീവിതമായിരിക്കട്ടെ ഏത് കാര്യത്തിലാണെങ്കിലും പറയാം. അമിത്തിൻ്റെ ഈ ഒരു ഉദ്യമത്തിൽ ക്രിസ്പർ എന്ന ഈ ഒരു സ്ഥാപനം ഇതിൻ്റെ തുടക്കം കുറിക്കാൻ വേണ്ടി ഇതിൻ്റെ എല്ലാ വിജയാശംസകളും നേരുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരോടും ആദ്യമേ തന്നെ നന്ദി പറയാണ്. വിഷമിക്കണ്ട, സന്തോഷമായിട്ടിരിക്കണം. ആദ്യം തന്നെ എല്ലാവർക്കും നന്ദി ഇവിടെ വന്നതിന്. അപ്പോൾ എനിക്ക് അവനെ +2 തൊട്ടാണ് അറിയാം. അപ്പോൾ അവൻ്റെ ജീവിതത്തിലെ +2 മുതലുള്ള ജേണിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഊണിലും ഉറക്കത്തിലൊക്കെ ഒരു ക്രിസ്പറിന് വേണ്ടിയാണ് അവൻ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ ഐസറിലാകുമ്പോഴും അവൻ്റെ ആ വളർച്ച എനിക്കിങ്ങനെ മനസ്സിലാവുമല്ലോ. നമ്മളിപ്പോൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇങ്ങനെ ഓരോ സ്റ്റേജ് ഓഫ് ലൈഫിലും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ. അപ്പോൾ ഇത് ഒരു വലിയ വിജയമായി തീരാൻ ഉള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഒരുമിച്ചൊരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓൾറെഡി തന്നെ അമിത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. ആ സമയത്ത് തന്നെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, ചെറിയ വീട്ടിൽ ചെറുതായിട്ടുള്ള രീതിയിൽ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, ക്യാമറ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. പിന്നെ എല്ലാവരേക്കാൾ ഈ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ളൊരു ടീച്ചറായിരുന്നു. സാഹചര്യത്തിൽ ആ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ
ഞങ്ങൾ വേറെ സ്ഥലത്ത് ജോലിക്ക് പോയി. പക്ഷെ അവൻ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് ആ സമയത്ത് തൊട്ട് അവൻ്റെ ഒരു ഡ്രീമിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് തൊട്ടേ സ്റ്റാർട്ടിങ് സ്റ്റേജിലേക്ക് ഒറ്റയ്ക്കായിരുന്നു, ഫുൾ ടൈം ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു, യൂട്യൂബിൽ ക്ലാസ്സുകൾ എടുക്കുന്നു. പിന്നെ അത്രയും എല്ലാവർക്കും അറിയാം 24/7 ഇതിനു വേണ്ടി തന്നെയാണ് അന്ന് തൊട്ട് ഇന്ന് വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഭയങ്കരമായിട്ട് തന്നെ ഇത് സക്സസ്ഫുൾ ആകണമെന്ന് ആഗ്രഹിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. അപ്പം ഞങ്ങൾ ഇതേപോലെ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. അപ്പം ഒരുപാട് കുട്ടികൾ, അതായത് നമുക്ക് സ്റ്റിൽ ഇത് ഒരു ഫ്രണ്ടാണെങ്കിലും ഒരുപാട് കുട്ടികൾ എന്താ പറയുക ഭയങ്കര ബഹുമാനത്തോടു കൂടെ കാണുന്ന റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ടീച്ചറായിട്ടാണ് ഇപ്പം അമിത് നിൽക്കുന്നത്. അത് ഒരു വലിയ കമ്മ്യൂണിറ്റി തന്നെ ടെലഗ്രാമിലുണ്ട് ഇപ്പം ഐസർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കോച്ചിങ്ങിന് വേണ്ടിയിട്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്തത്, അതായത് വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പോലും ഭയങ്കര ഈവൻ നമുക്ക് വർക്ക് ചെയ്യാൻ പോലും, ഞാൻ ഇവിടെ ഇന്നലെ വന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പോലും ഭയങ്കര ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ചെറിയ സ്പേസിലാണെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സ്റ്റുഡിയോ ആണ്. ഇങ്ങനെ ഒരു സ്റ്റുഡിയോ നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല. സ്റ്റുഡിയോ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, ഭയങ്കര മൈന്യൂട്ട് ആയിട്ട് ഡീറ്റെയിൽസ് പോലും വളരെ ശ്രദ്ധിക്കുന്ന ആളാണ് അമിത്. മേ ബി ഒരു ടീച്ചർ ആയതുകൊണ്ടായിരിക്കാം, ഒരു ബിസിനസ് മാൻ എന്നുള്ളതിനും അപ്പുറം ഒരു ടീച്ചർ ആയതുകൊണ്ടായിരിക്കാം ആ ഒരു കാര്യങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് അറിയാം. അപ്പം നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. ക്രിസ്പറിൻ്റെ മുന്നോട്ടുള്ള എല്ലാത്തിനും ഞങ്ങൾ എന്തായാലും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇനി അധികം ആർക്കും ഇവിടെ അറിയണ്ടാവില്ല. എൻ്റെ പേര് ധനഞ്ജയ്. ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നു ഫസ്റ്റ് ബാച്ച് ക്രാഷ് കോഴ്സിലെ. അപ്പോൾ എൻ്റെ വീട് ഇവിടെ തന്നെ വെള്ളിയാർത്ത്. ക്ലാസ്സൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ക്ലാസ് ആയിരുന്നു. ഞാൻ സാറിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ഫസ്റ്റ് കണ്ടാ ഐസറിനെ പറ്റിയിട്ടുള്ള, പിന്നെ ഫോളോ ചെയ്ത് ഐസറിനോടുള്ള താല്പര്യമായി.